ഞങ്ങള് വാൽപ്പാറ പോണ വഴിക്ക് കയറിയതാ. നമ്മുടെ ഒരു പഴയ സുഹൃത്ത് പുരോഹിതൻ പുള്ളിനെ കുറച്ചാൾ ഗ്യാപ്പിന് ശേഷം വീണ്ടും കണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതിന്റെ ഇടയിൽ ഫ്രണ്ട്സ് കൂടി ഇറങ്ങിയപ്പോ ഒന്ന് കാണാൻ വിസിറ്റ് ചെയ്യാൻ കയറിയതാ. അച്ഛാ ഒരു ഹായ് പറഞ്ഞേ. ഇത് ഞങ്ങളുടെ കൂടെ തോമനുണ്ട് കേട്ടോ. തോമൻ നിക്ക്, തോമനുണ്ട് ഞങ്ങളുടെ കൂടെ. തോമന് വെച്ചിട്ടുണ്ട് തോമന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ് വാൽപ്പാറ മലക്കപ്പാറ ഒന്ന് പൊളിക്കാനുള്ള പരിപാടി നിൽക്കണം. തോമൻ്റെ ഇടയ്ക്ക് 2 തേറിയൊക്കെ പറഞ്ഞ് ഉഷാറാക്കാം. ഡെന്നീസ് അവിടെ പാഞ്ചര പട്ടിഷ് കാണിക്കാൻ വേണ്ടിട്ട് പറമ്പിൽ ഉള്ളത് ആരും നിർത്തിയില്ല. അതെ ഓന് വീഡിയോ എടുക്കണം. നല്ല വീടുണ്ട്. മറ്റേ പുള്ളി പറഞ്ഞു എന്തെന്നെയായാലും നമുക്ക് നോക്കാം ഇവര് കറക്റ്റ് പടന്നുണ്ടോന്ന് ഇവിടെ. ഓ പിള്ളേര് താടാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മുടെ തോമനും കൂടി ഉണ്ട്. കൊറേ നാളായിട്ട് ഇല്ലാത്ത മുതലായിരുന്നു ഞങ്ങളുടെ. തോമനെ പിടിയിട്ടാ പുള്ളിയായിരുന്നു. തോമനെ ഇറക്കി കൊണ്ടുവന്നു. വരില്ലായിരുന്നു തോമൻ, ഞങ്ങള് വരുത്തിച്ചു. തോമൻ എനിക്ക് പ്രോമിസ് തന്നുണ്ട്, ഞാൻ വൈകുന്നേരം പറയാം. വിളിച്ച നീ നമ്പർ കിട്ടിയാ? എടുക്കണം. കളർ കടിച്ചിട്ടുണ്ട്. വയറ് മാത്രം ഒതുക്കി പിടിക്കുന്നത്. നീ വീട്ടിൽ തോമാ അല്ല നീ പുറമേന്ന് പറഞ്ഞ ക്ലൈന്റുകൾ ഈ സാധനമൊക്കെ കാണുന്നു. കൊറേ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയേക്കണ്ട ഞങ്ങള് 4 പേര്. കൂടുതലുണ്ട്, പക്ഷെ അത് നാട്ടിലില്ലാത്തവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവിടെ ചെക്കിങ് ആണ്. ഞങ്ങളുടെ ഹൈലൈറ്റ് തോം ഉണ്ടായതോട് മാത്രമാണ് ഈ ടൂറ് സംഭവിച്ചത് അല്ലേ? ഇന്ന് നല്ലൊരു പ്ലേസ് ഉണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിൽ മൊത്തം നമ്മുടെ ഇടുക്കി അറ്റം വരെ കാണാൻ പറ്റും. മണക്കെട്ട് വരെ കാണാൻ പറ്റുന്ന സ്ഥലമുണ്ട് ഈ റൈറ്റ് സൈഡിൽ തന്നെ. കുറച്ചങ്ങോട്ട് പോയാ തോമസ് കേജ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഒരു പ്ലസന്റ് വരവേണ്ടത്. ശരിയാ എടാ ആന്റണി, ഇന്നത്തെ ടൂറ് പോലും നമ്മള് ഇവൻ ഉണ്ടെന്ന് പറയുമ്പോ, കാരണം ഇതേപോലത്തെ ഒരു ടൂർ ഇനി ഉണ്ടാവില്ല എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ തോമൻ ഒരു ഭയങ്കര ഹൈ പ്ലഷറാണ്. മെമ്പേഴ്സിനെ കൂട്ടി വരാൻ പറ്റും, കുറെ ആൾക്കാരൊക്കെ കൂട്ടി വരാം. ഞങ്ങളുടെ ഒരു നിങ്ങൾ ഈ കാണുന്ന ഗൗരവമായ തോമന്റെ ഇത് കണ്ടേ, ഇതൊന്നും അല്ലാത്ത തോമൻ. തോമൻ കടിയുറുമ്പിനെ കട്ടുറുമ്പാക്കാനും നക്ഷത്രത്തിന് സിബാക്കാനും കഴിവുള്ള ആളാ. പാഞ്ചിയും ഇതുപോലെ വരവില്ലേ? പാഞ്ചി വിത്ത് ഫാമിലി മറ്റേ പരിപാടി പോകാറുണ്ട്. ഞാൻ ഫാമിലി ആയിട്ട് പോവാറ്. പക്ഷെ ഇങ്ങനത്തെ ഒരു സുഹൃത്തുക്കളെ കൂടി വരുമ്പോ ഇതിന്റെ ഒരു സുഖം ഉന്മാദം എന്ന് പറഞ്ഞിട്ട് അറിയാം. വേറെ ലെവലാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾ ഇനി അങ്ങോട്ടും അങ്ങനെയായിരിക്കും. എനിക്ക് കാണാൻ പറ്റില്ല. അതായത് തൊട്ട് മുമ്പും ഒരു പിൻതലമുറയും അല്ലെങ്കിൽ അടുത്ത ഫ്യൂച്ചറിലുള്ള തലമുറയും ഇതുപോലത്തെ ഒരു ബോണ്ട് കിട്ടാന്ന് പറയുന്നത് ഇത് വലിയ സംഭവം. ഇതിന്റെ ഇടയിലൊക്കെ ഞങ്ങൾ തമ്മില് പല വ്യക്തി സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, തല്ലുകളുണ്ടായിട്ട്, വഴക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ബോണ്ട് ഉണ്ടല്ല, എത്ര വർഷം കഴിഞ്ഞാലും ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കും. അതിന്റെ ഒരു പവർ അറിയാം. ക്ലൈമാക്സ് ഇതിൽ പലരും താഴ്ന്നു ഉയർന്നു താഴ്ന്നു ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സാധനം വിട്ടുപോകാൻ നിങ്ങൾ കയറില്ല. അതാണ് ഇതിന്റെ പരിപാടി. ഇതിലെ തോമൻ നാളെ കളക്ടറാവും. എല്ലാ തെറ്റുകൾക്കും ഈ വില ഉള്ളൂ. അതാണ് പരിപാടി. പൊക്കോട്ടോ ഓട്ടോറിക്ഷക്കാരൻ ഓണടിച്ചില്ല മാന്യനാ. ഇനി ആയാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ പോവും, ഇങ്ങനെ തന്നെ തല്ലിടും.
ഇങ്ങനെ തന്നെ എല്ലാവരായിട്ട് ചിരിച്ചു കളിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭാര്യമാരെ, ഈ വീഡിയോ കാണുന്ന ഭാര്യമാരെ, നിങ്ങൾ ഉണ്ടാക്കേണ്ടത് സുഹൃത്തുക്കൾ ഉണ്ടാക്കണം. ഒന്നുകിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സുഹൃത്തുക്കളാക്കണം, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുണ്ടാക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ വാല്യൂ. നിങ്ങളിപ്പോ ഈ പ്രായത്തിൽ ഇനി നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഉണ്ടാക്കേണ്ടത് സ്വന്തം ഭർത്താക്കന്മാരെ കൂട്ടുകാരായിട്ട് കാണണം. അതിന്റെ റേഞ്ച് വേറെയാ, ഉളപ്പ സാധന കേട്ടാ. എന്റെ ഭാര്യ എന്റെ കൂട്ടുകാരിയാണ് ആസ് യൂഷ്വൽ. ഇതിലൊറ്റ കേസ് തോമന് ഭാര്യയായിട്ടില്ല. ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു, തോമന് ഒരു കൂട്ടുകാരി വേണം. ഞങ്ങളുടെ പൊന്മാനാണ്, പൊന്മാൻ, സ്വർണം കൊണ്ടു നടക്കുന്ന പൊന്മാൻ മനസ്സിൽ.